CPM-ന്റെ തന്ത്രങ്ങളിൽ അങ്ങനെ കേരളത്തിലെ രണ്ട് പ്രബലമായ സമുദായങ്ങളെ ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒടുവിൽ വന്നിട്ട് NSSും കൂടി പിണറായി വിജയൻ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയതോടുകൂടി കേരള രാഷ്ട്രീയത്തിലെ ചിത്രം മാറിമറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ അന്തം വിട്ട് നിൽക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വം കേരളത്തിലെ സാമുദായിക സംഘടനകളുമായി ചർച്ച ചെയ്യാൻ വരാനിരിക്കെയാണ് ഇത്തരത്തിൽ NSSന്റെ ഒരു നിലപാട് വന്നിരിക്കുന്നത്. NSSലെ കടുത്ത എതിർപ്പും അതൃപ്തിയോടും കൂടി നിൽക്കുകയാണ് നായർ സമുദായം ഒന്നടങ്കം. സുകുമാരൻ നായരുടെ സ്വേച്ഛാധിപത്യപരമായ ഇത്തരത്തിലുള്ള തീരുമാനത്തിന് പിന്നിൽ പ്രത്യേക വ്യക്തി താൽപര്യങ്ങൾ ഉണ്ട് എന്നാണ് പുറത്തേക്ക് കിട്ടുന്ന വിവരം. എന്തായാലും സംസ്ഥാന സർക്കാർ, അതായത് LDF, CPM നയിക്കുന്ന മുന്നണി അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന്റെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇതാ അമൃതാനന്ദമയിക്ക് പോലും സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അമൃതാനന്ദമയി UN-ൽ പ്രസംഗിച്ചതിൻ്റെ 25ാം വാർഷികത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സജി ചെറിയാനും ബാലഗോപാലുമാണ് അമൃതപുരിയിലെത്തി അമ്മയെ ആദരിക്കാൻ പോകുന്നത്. അതിലൂടെ മാതാ അമൃതാനന്ദമയിയുടെ ഭക്തരെ മുഴുവൻ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര പരിശ്രമം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വളരെ ചെറുതല്ല. മൂന്നാം വട്ടവും തുടർഭരണത്തിന് ശ്രമിക്കുന്ന പിണറായി വിജയന്റെ വളരെ അതികഠിനമായിട്ടുള്ള തന്ത്രം തന്നെയാണ്. ആ തന്ത്രം വിജയിച്ചോ അതോ പാളിയോ എന്നുള്ളത് നമുക്ക് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഒരുപക്ഷെ വിജയത്തിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങാം. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്, രണ്ടും വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രാദേശികമായിട്ടുള്ള ചില ഘടകങ്ങളൊക്കെ നിൽക്കും. പക്ഷേ എന്തായാലും അതിനകത്തുനിന്നൊരു സൂചന കിട്ടിത്തുടങ്ങും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഹൈന്ദവ സമുദായത്തെ മുഴുവൻ, കേരളത്തിൻ്റെ ഈ ഹൈന്ദവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും അവരുടെ ആചാരങ്ങളും എല്ലാം തന്നെ CPM അങ്ങോട്ട് നെഞ്ചോട് ചേർത്ത് നിർത്താൻ പോവുകയാണ്. ശബരിമലയിൽ ആചാര ലംഘനം ഇനിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സുകുമാരൻ നായർ പിണറായി വിജയനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. രണ്ട് പ്രബലമായ ഹിന്ദു സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരാണ് പിണറായിയുടെ ഇടവും വലവുമായിട്ട് നിൽക്കുന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ തന്നെ നാളുകൾക്ക് മുമ്പ് വാഴ്ത്താവുന്ന രീതിയിലൊക്കെ തന്നെ വാഴ്ത്തിക്കൊണ്ടുവരികയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിരൂപമാണ് എന്നുള്ള മട്ടില് വിവരിക്കുന്നു. കുമാരനാശാനും മുകളിലാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി എന്ന് പറയുന്നു. വെള്ളാപ്പള്ളിയും തരം കിട്ടുമ്പോഴൊക്കെ മലബാറിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് എന്തായാലും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ ഒന്നും തന്നെ ഇനിയും CPM-ലേക്ക് സമാഹരിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് BJP-യിലേക്ക് പോയ ഈഴവ വോട്ടുകളും നായർ വോട്ടുകളൊക്കെ തന്നെയും തിരിച്ചു കൊണ്ടുവരാനുള്ള കണക്കുകൂട്ടലിലാണ്. പക്ഷേ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് ശേഷം പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ അവിടെ കൂടിയ ജനങ്ങളുടെ
അത് മുഴുവൻ തന്നെ NSSന്റേതായ ആൾക്കാർ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർ തന്നെയാണ് പന്തളത്ത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. ആ വോട്ട് തിരിച്ചു പിടിക്കാനായിട്ട് പിണറായിക്ക് കഴിയുമോ എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ്. മുന്നണി സമുദായ നേതാക്കളൊക്കെ തന്നെ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അണികൾ എത്രത്തോളം ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. കാരണം NSSന്റെ പല കരയോഗങ്ങളിലും, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കരയോഗങ്ങളിൽ വൻ എതിർപ്പുമായിട്ടാണ് നായർ വിഭാഗത്തിലുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത്. സുകുമാരൻ നായരെ തന്നെ ചോദ്യം ചെയ്യുകയും പിണറായി വിജയന്റെ തുടർ ഭരണത്തിന് കുട പിടിച്ചു കൊടുക്കുന്ന സുകുമാരൻ നായരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകളും ഫ്ലെക്സും ഒക്കെയാണ് നാട്ടിലെങ്ങും നിരന്നിരിക്കുന്നത്. അതുകൊണ്ട് സുകുമാരൻ നായർ അങ്ങോട്ടേക്ക് ചേർന്ന് നിന്നു എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം വോട്ടായി മാറും എന്ന് കരുതേണ്ട. ഇനിയിപ്പോൾ ഈഴവ വോട്ടുകൾ പോലും തിരിച്ച് CPMലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. 2024 കൂടുതൽ ചോർച്ച ഉണ്ടായത് എന്ന് പാർട്ടി തന്നെ പറയുന്നുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ചോർച്ച അതികഠിനമായിട്ടുണ്ടായി. അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അണികൾ വോട്ട് മാറി ചെയ്യണമെന്നില്ല. അത് അവരുടെ രീതിയിൽ മാത്രം തന്നെ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ സമുദായ നേതാക്കന്മാർ ചേർന്ന് നിന്നു എന്ന് പറയുമ്പോഴും അത് വോട്ടായി മാറാൻ പ്രയാസം തന്നെയാണ്. എന്തായാലും പക്ഷേ കേരളത്തിലെ BJP ആകപ്പാടെ പകച്ചു നിൽക്കുകയാണ്. ഈ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ CPMലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ BJP പല തന്ത്രങ്ങളും ആവിഷ്കരിച്ച് പലതരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി മുമ്പോട്ട് വരുമ്പോഴാണ് CPM ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയത്. പഞ്ചായത്ത് തലം മുതൽ തന്നെ ആ മാസ്റ്റർ പ്ലാൻ പ്രയോഗിച്ച് വിജയത്തിലെത്തിക്കണം എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ ഇപ്പോൾ തെറ്റിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തില് സമുദായ മുന്നണികള്, സമുദായ നേതാക്കന്മാർ ഇത്തരത്തിൽ നടത്തിയിരിക്കുന്ന മാറ്റം BJPയുടെ നേതൃത്വത്തെ തന്നെ അല്പം വെട്ടിലാക്കിയിരിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിനോട് ഇനി എന്ത് പറഞ്ഞു നിൽക്കും എന്നുള്ള ചോദ്യവും നിൽക്കുന്നുണ്ട്. എന്തായാലും NSSന്റെയും SNDPയുടെയും നിലപാടിൽ പകച്ചാണ് BJP നിൽക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ചലനം സൃഷ്ടിക്കും എന്ന് പറഞ്ഞു നിന്ന BJP ആണ് ഇപ്പോൾ പകച്ചു നിൽക്കുന്നത്.